ലാഗ് ചെയ്ത് പോവാണ്. ജാഫർ ഖാന്റെ പെർഫോമൻസ് ഒക്കെ ആനുകാലികം തന്നെയാണ് പറയുന്നത്, പക്ഷെ അത് പറഞ്ഞു തീർക്കുന്നില്ല. ആനുകാലിക സംഭവമാണ്, പക്ഷേ പിന്നെ അതത്ര പ്രതീക്ഷിക്കുന്ന നിലവാരത്തിലല്ല. ജാഫർ ഖാൻ ഓക്കെ, ഒരു സ്വകാര്യതയോട് എടുത്തു ചാട്ടം എന്നൊക്കെ പറയുന്ന പോലെയാണ് സംഭവം കൊണ്ടുവന്നത്. പക്ഷെ ഒരു രസമൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ചുമ്മാ ഭയങ്കര ലാഗായിരുന്നു. ഫസ്റ്റ് ഹാഫ് തൊട്ട് സെക്കൻഡ് ഹാഫ് വരെ ഭയങ്കര ലാഗും വലിയ ഫീലിംഗ് ഒന്നും തോന്നിയില്ല പടത്തിൻ്റെ അകത്ത്. പക്ഷെ അവർ പറയാൻ ഉദ്ദേശിച്ച സബ്ജക്റ്റ് കൊള്ളാം, പക്ഷെ അത് വർക്കൗട്ട് ആയിട്ടില്ലെന്നേ എനിക്ക് പറയുള്ളൂ. അടിപൊളി മസ്റ്റ് വാച്ച് മൂവിയാണ്. ജാഫർ ഇടുക്കിയുടെ ബെസ്റ്റ് പെർഫോമൻസ് ആണത്. പാരൻസും കുട്ടികളെല്ലാം ന്യൂജൻ കുട്ടികളെല്ലാവരും മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു ഫിലിമാണ്. എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ വിഷ്വൽസ് ക്യാമറയൊക്കെ ആയിരുന്നാലും ലൈറ്റിങ് ഒക്കെ നന്നായിട്ടുണ്ട്. പിന്നെ അതിൽ നമ്മൾ അതിൻ്റെ സംഭാഷണ ശൈലിയൊക്കെ ഇന്നത്തെ പല സിനിമകളിലും ഉള്ളതിനേക്കാൾ കുറച്ച് മെച്ചപ്പെട്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിൽ നല്ലൊരു മെസ്സേജുണ്ട്. മെസ്സേജ് എന്ന് പറയുമ്പോൾ ഈ കുട്ടികൾ വഴിതെറ്റി പോകുന്നു എന്നുള്ള സംശയം അല്ലെങ്കിൽ അതിനെ ശരിയാണെന്ന് കാണിക്കുന്ന ചില സംഭവങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. കാരണം കുട്ടികൾ പഠിക്കാനെന്ന് പറഞ്ഞിട്ട് അവർ സ്വകാര്യമായിട്ട് അവർ പോയി നിന്ന് റൂമുകളിലൊക്കെ പോകുന്നതും പിന്നെ അതുമായി ബന്ധപ്പെട്ട എന്തായാലും നല്ല പടമാണ്, ഫാമിലിയായിട്ട് കണ്ടിരിക്കാൻ പറ്റും. പിന്നെ അതിനകത്ത് കുറേ ഈ പുതിയ തലമുറയ്ക്കുള്ള കുറേ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. കുട്ടികൾ വഴിതെറ്റിപ്പോകുന്ന അങ്ങനെയുള്ള കുറേ അത് ഒരു നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടും ഒരു പുതുമയുണ്ട്. പിന്നെ ബോറടിക്കില്ല. നല്ല പാട്ടുകൾ. പിന്നെ ജാഫർ ഇടുക്കിയുടെ തന്നെ ഒരു വ്യത്യസ്തമായൊരു നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ആ സ്റ്റൈലിൽ നിന്ന് മാറിയിട്ട് നല്ല രസമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. വെരി ഗുഡ് മൂവി. കോമഡി ഇല്ല സാർ. ഇത് മെയിനായിട്ട് ഈ പുതിയ തലമുറയ്ക്ക് വഴിതെറ്റിപ്പോകുന്ന കളികൾ, ആ ഒരു പക്വതയില്ലാത്ത പ്രായത്തിൽ വരുന്ന പെരുമാറ്റങ്ങളുണ്ടല്ലോ, അതിനുള്ള ഒരു അഡ്വൈസ് നന്നായിട്ടുണ്ട്. വെരി സൂപ്പർ സിനിമ, കണ്ട് മനസ്സിലാക്കണം. ജാഫർ ഇടുക്കി സൂപ്പർ. ഒരു കോമൺ സബ്ജക്റ്റ് ആണ്, പക്ഷെ അത് രണ്ട് തലമുറകൾ തമ്മിൽ അത് ഏത് രീതിക്ക് അതിനെ നോക്കിക്കാണുന്നു, രണ്ട് തലമുറയുടെ കാഴ്ചപ്പാട്, അതാണ് സിനിമയിലൂടെ പറയുന്നത്. മാങ്ങ മുറിച്ച കഥയല്ല, അതാണ് ആ പേരിൻ്റെ ഒരു വെറൈറ്റി. അത് നമുക്ക് സിനിമ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്നത്. ഒരു ഫാമിലി മൂവിയാണ്. നമ്മൾ പരസ്പരം ഇപ്പോഴത്തെ യൂത്ത് ഇങ്ങനെയാണല്ലോ, ഒരു തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അവരിത് കണ്ടിരിക്കണം. ഫാമിലിയിലാണെങ്കിൽ എല്ലാം തുറന്ന് സംസാരിച്ച് അങ്ങനെ. പിന്നെ നമുക്കിത് മനസ്സിലാവണമെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യണം. അത് തുടക്കം ഇങ്ങനെ ക്ഷമയോടെ ഇരിക്കണം. നമ്മൾ ഒരു എന്തെങ്കിലും കണ്ടോണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് പറയണത് ശരിയല്ലല്ലോ. മൊത്തം കണ്ടിട്ട് നല്ല രീതിയിൽ അത് നല്ലൊരു മൂവിയാണത്. എനിക്കത് മനസ്സിലാവും. കാരണം ഇപ്പോഴത്തെ അവസ്ഥകൾ അങ്ങനെയാണല്ലോ, ഒരുപാട് ന്യൂസും കാര്യങ്ങളും ഒക്കെ എല്ലാം തെറ്റായ രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നല്ല രീതിയിൽ അതിനെ മേക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്നും എല്ലാവരും മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ.